കേരളത്തിലെ വലിയ ആശുപത്രികൾ ബ്ലാക്ക് സ്റ്റോൺ എന്ന കമ്പനിയും KKR എന്ന കമ്പനിയും വാങ്ങിയിട്ടുണ്ടെന്നാണ് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പോൾ ഈ രണ്ട് കമ്പനികളിലും കൂടെ കേരളത്തിൽ 7000 കോടിയോളം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ചില വൻകിട ആശുപത്രികളിലാണ്. നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആശുപത്രികൾ, കിംസിന്റെ ആശുപത്രികൾ, അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രി, ഈ ആശുപത്രികളിലെല്ലാം കൂടെ കൂടിയാണ് ഇത്രയും ഒരു എമൗണ്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് പറയാം. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ശരിക്കും പറഞ്ഞാൽ 1985 ആണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവര് ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അസറ്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 5000-ൽ പരം എംപ്ലോയീസ് ഈ ഒരു കമ്പനിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവര് മെയിൻലി നമുക്കറിയാം ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി ഒരു ടോപ്പ് കമ്പനിയാണ്. അപ്പൊ ഈ ഒരു കമ്പനിയാണ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതും ആശുപത്രികളിൽ. എന്തുകൊണ്ട്? അതിന് കാരണം ആശുപത്രി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആയിട്ട് വളരെ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികൾ മിക്കതും തന്നെ വളരെ രീതിയിൽ ഈ ആതുര സേവനം എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ ബിസിനസ് എന്നൊരു കണക്കിലേക്കൊക്കെ നീങ്ങുകയാണ്. അതായത് നമ്മൾ ചില ആശുപത്രികളിൽ ചെന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആധാരം കൊണ്ട് പോകേണ്ട അവസ്ഥയിലേക്കൊക്കെയാണ്. അങ്ങനെ കറക്റ്റ് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ പല പല ആൾക്കാരുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ പലരും ആശുപത്രികളിൽ പോയിട്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇരട്ടിക്ക് പൈസ അടച്ചതിന്റെ ഇത് കമ്പാരിറ്റീവ്ലി ഈ വലിയ വലിയ ആശുപത്രികൾ ഈ പറയുന്നത് പോലെ എന്താ പറയാ, അവിടെയൊക്കെ ചെന്ന് അവരൊരു പ്രതീക്ഷയിലാണ് പല ആളുകളും പോകുന്നത്. പക്ഷേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കൊന്നു തിന്നുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് പോകുന്നത്. കാരണം അതുപോലെ പൈസ ചെലവാകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോവാണ് നമ്മൾ ഇപ്പോൾ. ഈ വരുന്ന കാലങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കയറാത്ത ആളുകളില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിത ശൈലികൾ കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഓരോ അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ആശുപത്രികളുടെ പേര് നോക്കി പോകാറുണ്ട്. ചിലപ്പം അതിലും എന്താ പറയുന്നത്, റേറ്റ് കുറവിൽ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന പ്രൈവറ്റ് ആശുപത്രികൾ ഉണ്ടാവും, ഗവൺമെന്റ് ആശുപത്രികളിൽ എന്താ പറയാ നല്ല ചികിത്സകൾ ഉണ്ടാവും. ചിലപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ഡോക്ടേഴ്സ്. നമ്മൾ എന്നാ പറയുന്നത്, എല്ലാ ഡോക്ടേഴ്സിനെയും നമുക്ക് ഒരു നല്ല കിടിലൻ ഡോക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ചില നല്ല ഹൈ ക്വാളിറ്റി ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ ചികിത്സകൾ കൊണ്ട് ആൾക്കാർക്ക് ഒരു വിശ്വാസ്യതയും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി മേഖലയെ ഒരു ബിസിനസ് മേഖലയായിട്ട് വളർത്തുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള വൻകിട കമ്പനികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള പല സഭകളുടെ അണ്ടറിലുള്ള ആശുപത്രികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആശുപത്രികൾ, അതായത് ഒരു വ്യക്തി പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ആശുപത്രി അല്ല, സഭകൾ നടത്തുന്ന ആശുപത്രികൾ, അല്ലെങ്കിൽ ചില പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾ നടത്തുന്ന ആശുപത്രികൾ, ഇങ്ങനെയുള്ള ആശുപത്രികളിൽ എന്താ പറയാ ചികിത്സയ്ക്കൊക്കെ വില കുറവായിരിക്കും. റേറ്റ്, അതായത് ചികിത്സാ റേറ്റുകൾ കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ വൻകിട ആശുപത്രികൾക്കാളും ഒരുപാട് റേറ്റ് കുറവായിരിക്കും. ക്വാളിറ്റി ഓഫ് ദ ട്രീറ്റ്മെന്റ്, നല്ല ക്വാളിറ്റിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടുമായിരിക്കും. പക്ഷെ ആൾക്കാർ എന്തുകൊണ്ടോ വലിയ പേരും വലിയ ആഡംബരവും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്. പക്ഷെ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഒരു ബിസിനസ്സിനുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത്. ആശുപത്രികളിൽ ചെല്ലുന്നതിനാ നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ ഓരോ ദിവസങ്ങളിൽ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പല രീതിയിലുള്ള പൈസകൾ വാങ്ങി, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇത്രയും വലിയൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചെടുക്കണം. ശരിക്കും വൻ ബിസിനസ് തന്നെയാണ് നടക്കുന്നത്. ആ ഒരു എന്താ പറയുന്നത്, നമുക്ക് മുന്നോട്ടുള്ള കാലങ്ങളിൽ ആശുപത്രി സേവനം ആൾക്കാർ ഒരുപാട് എടുക്കും. ആ ഒരു രീതിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഡേ ടു ഡേ ഓരോരുത്തർ ആശുപത്രികളിൽ കയറുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആശുപത്രികളിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള കമ്പനികൾ എത്തിയിരിക്കുന്നത്. അപ്പം ശരിക്കും അവരുടെ ഒരു മേഖലയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ എന്താ പറയാ പ്രൈവറ്റ് ഇക്വിറ്റി, അങ്ങനെ കുറെ ഈ പറയുന്ന ലോൺ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ക്രെഡിറ്റ്, ഹെഡ്ജ് ഫണ്ട് ആൻഡ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് എല്ലാം ഈ പറയുന്ന ഒരു ബിസിനസ് ആണ്. ലെൻഡിങ് ആൻഡ് റിസീവിങ് എന്നുള്ളൊരു കണക്കില് എന്തായാലും സ്റ്റീഫൻ ശ്വാസ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് കണ്ടെത്തിയത്.
പക്ഷെ ആ കമ്പനി വലിയ രീതിയിൽ തന്നെ വളർന്നു കയറി. ഇപ്പൊ ഞാൻ ഇത് ഇത്രയും പറയേണ്ടി വന്നത് തന്നെ ആ ഒരു കമ്പനികൾ നമ്മുടെ എന്താ പറയാ, ഒരു കഴുകന്മാരെ പോലെ നമ്മുടെ ആളുകളുടെ ഇടയിൽ നിന്ന് കുത്തിപ്പിഴിഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കണ്ണിൽ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മൈൻഡിൽ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നി. ഈ KKR എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി KKR എന്ന കമ്പനിയെ കുറിച്ച് പറയാം. KKR എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും ഒരു US ബേസ്ഡ് കമ്പനിയാണ്. 1976 ഫൗണ്ട് ചെയ്തിരിക്കുന്ന കമ്പനി. ഇതും മെയിൻലി എന്താ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ പല കമ്പനികളിൽ, പല എന്താ പറയുന്ന ഇൻഡസ്ട്രിയൽ മേഖലകളിലും, അതുപോലെ തന്നെ ഇപ്പൊ പറയാനാണെങ്കിൽ നമ്മുടെ ആശുപത്രി മേഖലകളിലേക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. എവിടെ നിന്ന് ലാഭം കൊയ്യാം എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പ്രത്യേകതരം പ്ലാനിങ്ങോട് കൂടിയാണ്. കാരണം എങ്ങനെ ഏത് വശത്തൂടെ നമ്മൾ നോർമലി ഒരു ബിസിനസ് നടത്തുമ്പോൾ ആൾക്കാർക്ക് അറിയാം എങ്ങനെ അത് ആ ഒരു ലാഭത്തിലേക്ക് എത്തിക്കണം, എങ്ങനെ ടേൺ ഓവറിൽ എത്തിക്കണം. അങ്ങനെ ഒരു എന്താ പറയുന്നത് കണക്കൂട്ടലിൽ വളരെ കണ്ണിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എന്താ പറയുന്നത് ആശുപത്രികളിൽ വളരെ രീതിയിൽ ബിസിനസ് വളർത്താമെന്ന ഒരു ചിന്ത അവർക്ക് എത്തുകയും അങ്ങനെ നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിലേക്ക് അവര് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്തത്. ഇത് ശരിക്കും ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഹെൻറി ക്രാവിസ്, ജെറോം കോൾബർഗ്, ജോർജ് ആർ റോബർട്ട് എന്നിവർ ചേർന്നാണ് ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ മേഖലകളിലും ഹോസ്പിറ്റൽ മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്റ്റോണും KKRും US ബേസ്ഡ് കമ്പനീസ്, ഇവര് രണ്ടും ആണ് ഇപ്പോൾ കേരളത്തിലെ വലിയ ആശുപത്രികളിൽ എന്ന് പറഞ്ഞാൽ വലിയ ആശുപത്രികൾ ഇൻ ദ സെൻസ് ഞാൻ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു ലിസ്റ്റിൽ പെട്ട ആസ്റ്റർ ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ കിംസ് ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഗ്രൂപ്പിന്റെയും ഒക്കെ ഹോസ്പിറ്റൽസ് അവര് എന്താ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ ശരിക്കും ഒരു വലിയ ലാഭ കണ്ണുകളിൽ കൂടെ ആണ് ഇങ്ങനെ ഒരു പരിപാടി എന്താ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഈ രണ്ട് കമ്പനികളിൽ ഇങ്ങനെയുള്ള വലിയ ആശുപത്രികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ബിസിനസ് നന്നായിട്ട് ചെയ്യുമ്പോൾ ചെറുകിട ആശുപത്രികൾ ഉണ്ടാവും. വളരെ സാധാരണക്കാരായ ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ എത്തപ്പെടാനായിട്ട് ഉണ്ടാകുന്ന ചില ചെറിയ ആശുപത്രികൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ആശുപത്രികളിലെ വിഴുങ്ങുക എന്നുള്ളൊരു ലക്ഷ്യവും ഇതിന്റെ പുറകിലുണ്ട്, ഇതിന്റെ ഒരു പിന്നാമ്പുറത്തുണ്ട്. കാരണം വലിയ വലിയ ആശുപത്രികൾ നിന്നാൽ മതി, ചെറിയ ആശുപത്രികളിൽ നിൽക്കുന്നത് മറ്റവർക്ക് ലാഭം കൊയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം അങ്ങനെയൊക്കെയാണ്. കാരണം നമുക്കാണെങ്കിലും പെട്ടെന്നൊരു മേലായിക വന്നാൽ അടുത്തുള്ള ആശുപത്രിയിലേക്കായിരിക്കും നമ്മൾ ഓടുന്നത്. ഇങ്ങനെയുള്ള ആശുപത്രികളും വിഴുങ്ങാനുള്ള ഒരു പ്ലാനിങ്ങും ഇവരുടെ പിന്നാമ്പുറത്ത്, ഇവരുടെ ബുദ്ധിയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ ആശുപത്രികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വലിയ വലിയ ആശുപത്രികളിൽ നടത്തുമ്പോൾ അതേ ആശുപത്രി മാനേജ്മെന്റ് കൊള്ള ലാഭത്തിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. കൊള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ നല്ല രീതിയിൽ സേവനത്തിനുപരി അത് ഭയങ്കര രീതിയിൽ ബിസിനസ്സിലേക്ക് പോകും. സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടാവും. അപ്പം ശരിക്കും ഈ രണ്ട് കമ്പനികളെ കുറിച്ച് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എത്രമാത്രം ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് അറിയത്തില്ല. കാരണം എനിക്കും വളരെ പരിമിതമായ കുറച്ച് അറിവുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ അറിവുകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. ഇതെല്ലാം ആരോഗ്യ മേഖലയെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പം ബൈ.